ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന എല ട്രിnkets എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവ്യർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യ അതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921862766 9995673426. 2025 ഫെബ്രുവരി 25 നടക്കാനിരിക്കുന്ന ഉത്രാളിക്കാവ് പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കയും അനിശ്ചിതത്വവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്രാളിക്കാവ് പൂരം, എങ്കക്കാട്, കുമരനല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തുന്നു. ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ച് നടക്കുന്ന പ്രതിഷേധ സംഗമം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർമാൻ ഷീല മോഹൻ, പ്രതിപക്ഷ നേതാവ് അജിത് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി MU കബീർ, BJP വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യ സാഗർ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. കുറ്റ്യങ്കാവ് പൂരം, മിണാലൂർ, അമ്പലപുരം ദേശങ്ങൾ, മച്ചാട് മാമാങ്കം, വരവൂർ പാലക്കൽ കുടുംബ അയ്യപ്പൻകാവ്, കുറുമക്കാവ് ക്ഷേത്രം, ഇരട്ടക്കുളങ്ങര ക്ഷേത്രം, മുള്ളൂർക്കര തിരുവാണിക്കാവ്, ആറ്റൂർ കാർത്യായനി ക്ഷേത്രം, മംഗലം അയ്യപ്പൻകാവ്, തിരൂർ വടക്കുറുമ്പക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ പൂരം ഭാരവാഹികളും വാദ്യകലാകാരന്മാർ, വെടിക്കെട്ട് കലാകാരന്മാർ, കൈവിളക്ക് കലാകാരന്മാർ, ആനപ്പുറം കലാകാരന്മാർ എന്നിവരും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ B സുരേഷ് കുമാർ അറിയിച്ചു. നമസ്കാരം. നമ്മുടെ ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി 25 പൂരം ആഘോഷിക്കുകയാണ്. 3 ദേശക്കാരാണല്ലോ പൂരം ആഘോഷിക്കുന്നത്. എന്നാൽ ഈ നവംബർ 15 ഹൈക്കോടതി വിധി പൂരങ്ങൾ എങ്ങനെ നടത്തും എന്നുള്ള കാര്യത്തിൽ പൂര കമ്മിറ്റിക്കാർ ഭയങ്കര ആശങ്കയിൽ തന്നെയാണ്. കോടതി വിധി നമുക്ക് 11 ആനകളെ അണിനിരത്താൻ സാധിക്കില്ല. 11 ആനകളെ പോയിട്ട് ഒരാന പോലും വെച്ച് നമുക്ക് പൂരം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് നമ്മുടെ നടപ്പരയിലാണ് നമ്മുടെ പഞ്ചവാദ്യമൊക്കെ ഇറങ്ങുന്നത്. നടപ്പരയിൽ വാദ്യക്കാരും ആനകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും നമുക്ക് അവിടെ സാധിക്കില്ല പൂരം നടത്താൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂരം ഗംഭീരമായി നടത്തണം. പഴയ കാലങ്ങളിലെ പോലെ നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ പൂരം. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് 3 ദേശ കമ്മിറ്റിക്കാരുടെയും ഈ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഉത്രാളിക്കാവ് പൂരം. അപ്പോൾ അതിനു വേണ്ട എല്ലാ തടസ്സങ്ങളൊക്കെ നീക്കി നമുക്ക് പഴയ പോലെ നമ്മളുടെ സംസ്കാരത്തെയും അതുപോലെ പൂരവും ഭംഗിയായി നടത്താനുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് ചെയ്തു തരണം. ഈ വരുന്ന 7 ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നമ്മൾ ഈ പൂരം നടത്താൻ വേണ്ടി മാത്രമായിട്ട്, അതായത് വേറെ ഒന്നുമില്ല, ഇതിൽ പൂരം സുഖമായി നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രതിഷേധ സംഗമം, അതായത് നമ്മുടെ തലപ്പള്ളി താലൂക്കിലെ ഒട്ടുമിക്ക ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇനി ക്ഷണം ആർക്കും കിട്ടിയില്ലെങ്കിലും എല്ലാവരും വരണം. നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണിത്. അപ്പോൾ ഈ തലപ്പള്ളി താലൂക്കിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കമ്മിറ്റിക്കാരും, അതുപോലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും, അതുപോലെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാവരും വന്ന് ഈ സംഗമത്തിൽ പങ്കുകൊള്ളണം. നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ സംഗമത്തിൽ പങ്കുകൊള്ളുക. ഡിസംബർ 7 ശനിയാഴ്ച രാവിലെ ഉത്രാളിക്കാവിൻ്റെ മുമ്പിലാണ് ഈ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.